അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് അടുക്കളയിലോട്ട് വരികയാണ് കേട്ടോ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, കാരണം ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് കേട്ടോ രാവിലെ തന്നെ വരുന്നത്. പിന്നെ വിൻഡോ ഓപ്പൺ ചെയ്ത് അതുപോലെ വെയിൽ കാരണം നമ്മൾ അടച്ചു. നല്ല തണുത്ത കാറ്റുണ്ട് വെയിലും ഉണ്ട് കേട്ടോ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻ അനദർ വ്ളോഗ് ടുഡേ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. നമ്മൾ ഫ്രൈഡേയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഫ്രൈഡേ ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങൾക്ക് ഫ്രൈഡേ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. കാരണം ജുമാ ഉള്ള ദിവസമാണ്. അപ്പം വീട്ടിലുള്ള ആണുങ്ങളൊക്കെ ജുമാക്ക് പോവും, കുട്ടികളടക്കം ജുമാക്ക് പോവും. അത് കഴിഞ്ഞ് അവർ വരുമ്പോഴേക്കും അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കും. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളുമാണ്. ഭയങ്കര സംഭവമായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ. അവർ വന്ന ഉടനെ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. നല്ല എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്നൊക്കെ ഉള്ളത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഒരു ഫ്രൈഡേ ആണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവാക്കി മാറ്റാം എന്നാലോചിച്ചിട്ട് ഇന്നലെ മുതലേ ഞാൻ ഫ്രൈഡേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ച് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ബാക്കി എന്തെങ്കിലും തൊട്ട് കൂട്ടാനുള്ള കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിരിപ്പുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. കളറിന് ഏറ്റവും നല്ലത് ഇതാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു 1/2 ടീസ്പൂണോളം, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു 3/4 കിലോനോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാൻ എൻ്റെ പൊടികൾ ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പെപ്പർ പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചേ ഉള്ളൂ, കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളത് തൽക്കാലം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് പുതിയ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മാഗ്നേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം കേട്ടോ. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് മാത്രം നമ്മൾ പ്രിസ്ക്രൈബ്ഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ കുറച്ച് മതി, നല്ല കളറാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കളറ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കുറേ പ്രാവശ്യം ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. അത്രയും കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ കളറ് ഭയങ്കര കളറാട്ടോ. അപ്പോൾ എനിക്ക് അത്രയും കുത്തുന്ന കളറ് എന്തോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ബാക്കി അതിന് ശേഷം നോക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ കുഴച്ച് എടുക്കുന്നുണ്ട്. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കളറ്, വളരെ കുറച്ച്, ഞാനൊരു സ്പൂണിൻ്റെ
ഏറ്റവും അറ്റത്തെ ഭാഗത്തേക്കുള്ളത് ആഡ് ചെയ്തിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് നല്ല കളറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. സാൾട്ട് ആഡ് ചെയ്യാം. ഇതല്ല സാൾട്ട്, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ, എൻ്റെ വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ടേ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട്. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് വൈറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടേ. അങ്ങനെ എമ്മി ബേബി ഇപ്പോഴും എണീറ്റിട്ടില്ല. കാര്യം ജുമാക്ക് പോകുന്ന ദിവസം എന്തോ ജുമാക്ക് പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് എണീക്കത്തുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ഡെയിലി ജുമാക്ക് കൂട്ടും. സോറി, ഡെയിലി അല്ല, എല്ലാ വീക്കിലും വെള്ളിയാഴ്ച നമ്മൾ ജുമാക്കൊക്കെ പോകും. ഭയങ്കര ഹാപ്പിയാണ് പോകാനായിട്ട്. കാര്യം എന്താ, ജുമാക്ക് പോയി വരുന്ന സമയത്ത് അവിടെ ഒരു ഷോപ്പുണ്ട്, കടയുണ്ട്. നേരെ പോയിട്ട് ആ കടയിൽ കയറാറാണ് പതിവ് എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിക്കാണെന്നാണ് എനിക്ക് തോന്നണേ. നേരെ പോയി ആ കടയിൽ കയറും, അവന് വേണ്ട ടോയ്സ് എടുത്തിട്ട് പോരും. അതുകൊണ്ട് തന്നെ അവന് ജുമാ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര ഈമാനാണെന്ന് തോന്നും, പക്ഷെ ടോയ്സാണ് മെയിൻ എന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെ എന്തായാലും അവന് ജുമാക്ക് പോകാനുള്ള സന്തോഷത്തിൽ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു കളറ്, ഈ കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടിയല്ലേ, അതിൻ്റെതായിട്ടുള്ളൊരു കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ കളറൊക്കെ. നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിതിലോട്ട് ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വിനേഗർ ആഡ് ചെയ്യാം കേട്ടോ ഇതിലോട്ട്. അപ്പം ഒരു 2 ടേബിൾ സ്പൂൺ വിനേഗർ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വിനീഗറിൻ്റെ ആ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലെമൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ലെമൺ ഇല്ല, ലെമൺ തീർന്നു പോയി. ഇല്ല, കുഴപ്പമില്ല, നമ്മൾ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇനി നമ്മൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഉപ്പ് കൂടണം, കുറയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും ഉപ്പ് കുറച്ചിട്ടിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കും. ഞാനങ്ങനെയല്ല, ഉപ്പ് കൂടുതലിട്ടിട്ട് പിന്നെ അത് കൂടിയതിന് ശേഷം അത് ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും വഴി നോക്കാറാണ് പതിവ്. എന്താണെന്നറിയില്ല, ഉപ്പ് ഞാൻ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മാരിനേഷൻ ചെയ്തു. ഇനി നമുക്കിതിലോട്ട് ഒരല്പം റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലർ മൈദപ്പൊടി ആഡ് ചെയ്യും, ചിലർ കോൺഫ്ലോർ ആഡ് ചെയ്യും. ഞാൻ ഇതിലോട്ട് അരിപ്പൊടിയാണ് ആഡ് ചെയ്യുക. ഈ അരിപ്പൊടി ആഡ് ചെയ്യുന്ന വിദ്യ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ആൻറ്റിയാണ്. എൻ്റെ അമ്മാവൻ്റെ വൈഫ്, എൻ്റെ ഉമ്മയുടെ ബ്രദറിൻ്റെ വൈഫ് ആൻറ്റിയാണ് എൻ്റെ അടുത്ത് അരിപ്പൊടി ആഡ് ചെയ്ത് നോക്ക്, അരിപ്പൊടിയാണ് ആൻറ്റി ആഡ് ചെയ്യാറ്. അപ്പം ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റ് അല്ല, ഈ തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈ ആയിട്ട് തോന്നി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ റൈസ് ഫ്ലോർ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം റൈസ് ഫ്ലോർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുകയാണ്. ഇനി ഇത് നമുക്കൊരു 1 ഹവറെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ 1 ഹവറെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാരിനേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് ടൈം വെച്ചതിന് ശേഷം പൊരിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ കൈക്ക് വാഷ് ചെയ്ത് വന്നു. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി കുക്കർ ചൂടായി വന്നു. ഇനി നമുക്കതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയ്ച്ചോറിന് ഏറ്റവും ഉചിതം നെയ്യാണ്. വെളിച്ചെണ്ണ, ഓയിലോ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിന് നെയ്യ് തന്നെ ഉപയോഗിക്കുക കേട്ടോ.
അപ്പോൾ ഇനി അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുകയാണ്. നമ്മൾ 2 കറുവാപ്പട്ട, പിന്നെ ഒരു 3-4 ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പൂ ഒരു 4-5 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് വലിയ ജീരകം. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സ്പൈസസ് ആഡ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത ഓണിയനും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരുപാടൊന്നും മൂത്ത് വരണ്ട കേട്ടോ. അത്യാവശ്യം ഒരു മീഡിയം കുക്കായി കിട്ടിയാൽ മതി. അതിനിടയ്ക്ക് എമ്മി ബേബി വന്നിട്ട് പോയി. അങ്ങനെ കുറച്ചൊന്ന് കുക്കായി കിട്ടിയ ശേഷം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, അതിലേക്കുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു നാഴി റൈസിലേക്ക് 1.5 നാഴി വെള്ളം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് റൈസിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും വെള്ളത്തിനേക്കാളും മുന്നിൽ നിൽക്കണം, വെള്ളത്തിൽ അത്യാവശ്യം മുന്നിൽ നിൽക്കണം. അങ്ങനെ ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിലായതിനു ശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കും. അരി ഇട്ട ശേഷം ആ വെള്ളം ഒന്നുകൂടെ തിളക്കുക. അരിയോട് കൂടി തിളച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഇനി വിസിലൊക്കെ വരട്ടെ കേട്ടോ. അങ്ങനെ കുക്കർ വിസിലൊക്കെ വന്ന് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി വിസിലിൻ്റെ ആ ഒരു ഇതൊക്കെ പോവട്ടെ, പ്രഷറൊക്കെ താനെ പോട്ടെ. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട്, വെജിറ്റബിൾ ഓയിൽ ഓർ നെയ്യ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാണ് കേട്ടോ, വറുത്ത് കോരുകയാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് വറുത്ത് കോരിയിട്ട് സെറ്റാക്കി മാറ്റി വെക്കാം. ഇതൊക്കെ നമുക്ക് നെയ്ച്ചോറിലേക്കുള്ളതാണ് കേട്ടോ. അപ്പം നെയ്ച്ചോറ് നമ്മൾ നോക്കിയിട്ടില്ല, എന്തായാലും കുക്കറിൽ സംഗതി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഓണിയനും കൂടെ എന്ത് ചെയ്യാണ്, പൊരിച്ചെടുക്കാണ് കേട്ടോ. ഓണിയനും കൂടെ നമുക്ക് പൊരിച്ചെടുക്കണം. കാര്യം ആ നെയ്ച്ചോറിന് ആ പൊരിച്ച ഓണിയനും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. ഞാൻ കുക്കിംഗ് അറിയാതെ ചെയ്യുന്നതല്ല, ഒരുപാട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയും കൂടെ പൊരിച്ച് കഴിഞ്ഞു. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ചട്ടി അടുപ്പിൽ നിന്ന് ഫ്ലെയിമിൽ നിന്ന് മാറ്റുന്നില്ല, നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കർ തുറന്ന് നോക്കി അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. അതായത് വെള്ളം കൂടുകയോ ചോറിൻ്റെ വേവോ കാര്യങ്ങൾ കൂടുകയോ കുറയോ ഒന്നും വന്നിട്ടില്ല, ഒരു മിസ്റ്റേക്കും ഇല്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ നെയ്ച്ചോറ് ആഡ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് മൊത്തമായിട്ട് അതിലേക്ക് ആ ബിരിയാണി പോട്ടിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള അണ്ടി മുന്തിരി ഓണിയൻ പൊരിച്ചത് അതൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈസ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നമ്മളെ റെസിപ്പി ഒട്ടും ബാഡല്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുള്ളതുമാണ്, അടിപൊളിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓണിയനും കട്ട് ചെയ്ത കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് സുർക്ക, ഞങ്ങളൊക്കെ ഇവിടെ സുർക്ക എന്നാണ് പറയുക, ഉള്ളിയും പച്ചമുളകും ഉപ്പും വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ട് ഉള്ളി സുർക്ക എന്നാണ് പറയുക, അതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തൊട്ട് കൂട്ടാൻ വേണ്ടിക്ക്. അങ്ങനെ നമ്മൾ അതിനിടയ്ക്ക് ഇനി കറിയും കൂടി ഉണ്ടാക്കാനുണ്ട്. അതിനിടയ്ക്ക് ബാങ്ക് വിളിച്ചപ്പോൾ നമ്മൾ നമസ്കരിക്കാനായിട്ട് പോയി. അങ്ങനെ നമസ്കാരം ദിക്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് വരുന്നത്. പിന്നെ നമ്മൾ നമസ്കാരം സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാണെന്ന് കരുതി ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് പോയി നമസ്കരിക്കാം കേട്ടോ. അതിൽ നമുക്ക് യാതൊരു കുഴപ്പം കരുതണം. നമ്മളെ ശരീരം ശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമസ്കരിക്കാം. ഇനി അത് പറ്റിയില്ല, ശുദ്ധി ഇല്ലെങ്കിൽ മേലൊന്ന് വെള്ളം പാർന്നിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് നമസ്കരിക്കാം. അല്ലെങ്കിൽ ഞാൻ പണിയിലായി, അല്ലെങ്കിൽ ഇവരെന്നോട് സംസാരിക്കായിരുന്നു, അല്ലെങ്കിൽ ഇവർ കാരണം എൻ്റെ നമസ്കാരം തെറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിനുള്ള ശിക്ഷ കിട്ടുക. അത് വേറെ ആരും ഏൽക്കില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം നമ്മൾ സ്പൈസസ് ആയിട്ട് 2 ഗ്രാമ്പൂ, 1 ഏലക്ക, പിന്നെ ഒരു ചെറിയ പട്ട, കുറച്ച് പെരിഞ്ചീരകവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഓണിയൻ ആഡ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് സാൾട്ടും കൂടി ആഡ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ പാന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അതൊന്ന് അടച്ച് വെച്ച് വെന്തോട്ടെ. അതിന് ഇടയ്ക്ക് ഞാനൊരു ചിക്കൻ പീസ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ പീസ് അടിപൊളിയായിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ.
പിന്നെ ആ പണ്ട് കാലത്തൊക്കെ പറഞ്ഞാൽ ചിക്കൻ ഉണ്ടാക്കുന്നവർക്കൊന്നും കിട്ടില്ല, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര തീറ്റം കൂടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓരോന്നും നമ്മൾ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുക്കായ ശേഷമാണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് കുക്കായ ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ പൊടികൾ എന്താ ആഡ് ചെയ്തതെന്നൊന്നും സ്പെഷ്യലായിട്ട് കാണിക്കാത്ത വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ഉപ്പുമാണ് കേട്ടോ ആഡ് ചെയ്തത്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞത് വെച്ച് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങില്ലേ, പൊട്ടാറ്റോ, അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഇട്ടതിന് ശേഷം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. കറിയത്തെ പൊട്ടാറ്റോ എൻ്റെ കുട്ടിക്ക്, എൻ്റെ ബേബിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവനെ വിചാരിച്ചിട്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിങ്ങനെ എടുത്ത് കഴിക്കാനാണ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇവിടെ ഇനി നന്നായിട്ടൊന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിക്കനൊന്ന് ഇളക്കി യോജിച്ച ശേഷം അതിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് ഞാനിവിടെ കാണിക്കാം ആ ഒരു കറിയുടെ ഒരു പരുവം ഞാനിവിടെ കാണിക്കുക. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വെന്ത ശേഷമല്ല, ചിക്കൻ ആഡ് ചെയ്ത ഉടനെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ കറി ആയ സമയത്ത് തന്നെ അവർ ജുമാ ഒക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് എമി ബേബി വീണ്ടും ഒരു ടോയ് വാങ്ങിയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ ജുമാക്ക് പോകാനുള്ള മറ്റേ ത്രില്ലിൻ്റെ കാര്യം, അതെ. അപ്പോൾ ആ ത്രില്ല് പോലെ തന്നെ സംഭവിച്ചു. ഇനി നമുക്ക് കറി തിളച്ച ഉടനെ തന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കറി നന്നായിട്ട് തിളക്കും വരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. കറി നന്നായിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കാണിക്കാൻ കേട്ടോ. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈയും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഉള്ളി സുർക്ക, പിന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഐസ്ക്രീം നമ്മൾ ഫുഡിന് ശേഷം കഴിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പടപടേ അങ്ങനെ ഒത്തിരി സ്പീഡിൽ അങ്ങ് കഴിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ റെഡിയായി അവിടെ വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ കാണിച്ചല്ലോ. അപ്പോൾ എല്ലാം റാഹത്തിലായി. ഇനി നമ്മൾ കൂടുതലായിട്ട് ഈ ഡേ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കുന്നത് പ്രാർത്ഥനകളിലൂടെയൊക്കെയാണ്. ഇനി നമ്മൾ നമസ്കാരവും ഓത്തും തിക്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഡേ അങ്ങോട്ട് കഴിഞ്ഞു പോകും. ഒരു ഈവനിങ് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ നമ്മൾ നേരെ ഒന്ന് കിടന്നുറങ്ങി എണീറ്റ് പിന്നെ നോർമൽ ഡേ പോലെ തന്നെ അതാണ് അങ്ങോട്ട് കഴിയും. ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിക്കും വരെയാണ് ഈ ഒരു ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ പ്രാർത്ഥനകളും. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ആ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. സ്നേഹം മാത്രം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഒത്തിരി സംസാരിച്ചാൽ ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരുടെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ രേഖപ്പെടുത്തുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളെ വീഡിയോസ് എത്രത്തോളം ആർക്ക് എന്തൊക്കെ ആണ് കിട്ടുന്നത്, ഇതിൽ നിന്ന് കിട്ടുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരുടെ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.